സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മാനസ മനോജ് നൽകും സമഗ്ര വിവരങ്ങൾ. മാനസ. ആര്യ, സംസ്ഥാനത്ത് നിലവിൽ 5 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഈ അതിശക്തമായ മഴ സാഹചര്യം മാറി നിലവിൽ ശക്തമായ രീതിയിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുക എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ഒരാഴ്ച ഇതേ രീതിയിലായിരിക്കും കാലവർഷം ഉണ്ടാവുക എന്ന മുന്നറിയിപ്പും നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അറബിക്കടലിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്വാധീന ഫലമായാണ് ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ, അതായത് ശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതായത് 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനാണ് സാധ്യത എന്നും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട്. ഒപ്പം തന്നെയാണ് ഈ തീരദേശ മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരമേഖലയിലാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജാഗ്രത നൽകിയിരിക്കുന്നത്. കടൽക്ഷോഭ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന തിരമാല സാധ്യത, കടലാക്രമണം, ഇതൊക്കെയും തന്നെയാണ് കണക്കിലെടുത്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നദീതീരങ്ങളിൽ താമസിക്കുന്നവരോടും പ്രളയ സാധ്യത മുന്നറിയിപ്പ് ഉള്ള ഇടങ്ങളിൽ, അതായത് പ്രളയ സാധ്യത, അപകട സാധ്യത മേഖലകൾ, ഈ മേഖലകളിൽ ഉള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സാഹചര്യങ്ങൾ അറിയിച്ച് മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ മോശം കാലാവസ്ഥയായതിനെ തുടർന്ന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ ഒന്ന് മാറി എന്ന് കരുതി, അതായത് അലർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിൽ പോലും മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, തിരുവനന്തപുരത്ത് സിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മഴ, ഈ അലർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിലും മഴ ഉണ്ട്. അതുകൊണ്ട് ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്.